പാർട്ടിയുടെ പരമോന്നത ഘടകത്തിൽ അംഗമായിരിക്കെ തന്നെ ഇടയ്ക്കിടെ സ്വതന്ത്രമായി അഭിപ്രായം പറയുന്ന ഡോക്ടർ ശശി തരൂർ കോൺഗ്രസിന് സ്ഥിരം തലവേദനയാകുന്നു. കേരളിനെ പിന്തുണച്ചും വിമാനത്താവളം അദാനിക്ക് കൈമാറുന്നതിനെ അനുകൂലിച്ചും വിവാദമുണ്ടാക്കിയ തരൂർ ഏറ്റവും ഒടുവിൽ വ്യവസായ അന്തരീക്ഷത്തെ പുകഴ്ത്തിയാണ് വിവാദത്തിലായിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വം ആവശ്യമെങ്കിൽ ഒഴിയാമെന്നുവരെ തരൂർ നിലപാടെടുത്തു. വിശ്വപൗരന്റെ പ്രതിച്ഛായ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്തിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തം, ഇത് രണ്ടും തമ്മിലുള്ള സംഘർഷമാണ് ഡോക്ടർ ശശി തരൂരിന്റെ പൊതുജീവിതം. രാഷ്ട്രീയ കടമകൾക്കുമേൽ സ്വന്തം പ്രതിച്ഛായയെയും സൗഹൃദങ്ങളെയും വിലമതിക്കുന്ന തരൂരിന്റെ അഭിപ്രായ പ്രകടനങ്ങളും അത് കടന്നു വരുന്നുണ്ട്. അഭിപ്രായ പ്രകടനങ്ങൾ രാഷ്ട്രീയ ആലോചന ഇല്ലാതെ വരുമ്പോഴെല്ലാം പ്രതിസന്ധിയിലാവുന്നത് കോൺഗ്രസ് ആണ്. പാർട്ടി സമരരംഗത്ത് നിൽക്കെ സിൽവർ ലൈൻ പദ്ധതിയെ പിന്തുണച്ചപ്പോഴും തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൈമാറുന്നതിനെ അനുകൂലിച്ചപ്പോഴും ഒടുവിൽ വ്യവസായ വികസനത്തെ പ്രകീർത്തിച്ച് ലേഖനം എഴുതുമ്പോഴുമെല്ലാം കോൺഗ്രസ് ബുദ്ധിമുട്ടിലാകുന്നു. ഒരു വേള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ച് സമുദായ നേതാക്കളെ കാണാനും മലബാർ പര്യടനത്തിനും ഇറങ്ങിപ്പുറപ്പെട്ടപ്പോഴും കോൺഗ്രസിന് തരൂർ തലവേദനയായി മാറി. തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ഇടത് സർക്കാരിന്റെ വികസനത്തെ പ്രകീർത്തിച്ച് ലേഖനമെഴുതിയ തരൂർ ഉമ്മൻചാണ്ടിയുടെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും സംഭാവനകൾ വിവാദത്തിന് ശേഷം മാത്രമാണ് ഓർമ്മിച്ചത്. സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നയാളാണെന്ന തരൂരിന്റെ ന്യായീകരണത്തിന് പ്രവർത്തക സമിതി അംഗം ആണെന്ന ഉറപ്പെടുത്തലിലൂടെ മറുപടി നൽകാൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതമാകുന്നതും അതുകൊണ്ടാണ്. അപ്പോഴും തരൂരിന് കുലുക്കമൊന്നുമില്ല. സ്വതന്ത്രമായ അഭിപ്രായം പറയണമെങ്കിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നും മാറി നിന്ന് വേണം പറയാൻ. അതൊക്കെ ഞാൻ അങ്ങനെ ഒരു ആവശ്യം എന്തായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എനിക്ക് എന്റെ സ്വതന്ത്ര അഭിപ്രായം പറഞ്ഞു. ലേഖനത്തിൽ എഴുതിയതെല്ലാം വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണെന്നാണ് തരൂരിന്റെ നിലപാട്. എന്നാൽ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് സ്വന്തം അഭിപ്രായം പറയുമ്പോൾ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകും. മുന്നണികൾ ഏറ്റുമുട്ടുന്ന ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ വ്യാകരണം തരൂരിന് ഇനിയും ദഹിച്ചിട്ടില്ലെന്ന് സാരം. ഒന്നുകിൽ രാഷ്ട്രീയം തരൂരിനോളം വളർന്നിട്ടില്ല, അല്ലെങ്കിൽ തരൂർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനിയും ഫിറ്റായിട്ടില്ല. 24 തിരുവനന്തപുരം.